നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണത്തിലെ നരനാരായണാവതാരം ദക്ഷയാഗം എന്ന 16-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം. അന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാത്സീഹി ശക്രോധതി ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രതിഘായമാരം. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അന്വാചരൻ ഉപദിശൻ അഭി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമം അധ്യവാത്സീഹി ശക്രഃ അധ തേ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രതിഘായ മാരം. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഭ്രാതൃമാൻ ത്വം മോക്ഷമാർഗം അന്വാചരൻ ഉപദിശൻ അഭി ബദരികാശ്രമം അധ്യവാത്സീഹി അധ ശക്രഃ തേ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം മാരം പ്രതിഘായ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം നാം ചർച്ച ചെയ്യുന്നു. ശ്രദ്ധിക്കുക. അനന്തരം സഹോദരനായ നരനോടുകൂടി മോക്ഷധർമ്മം ആചരിക്കുകയും മറ്റുള്ളവർക്കായി ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അങ്ങ് ബദരികാശ്രമത്തിൽ താമസിച്ചു വന്നു. അങ്ങയുടെ ശമത്താലും തപോബലത്താലും അസ്വസ്ഥനായ അസൂയാലുവായ ഇന്ദ്രൻ ഇതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി അപ്സര സംഘങ്ങളെ കാമദേവനോടൊപ്പം ബദരികാശ്രമത്തിലേക്ക് അയക്കുകയും ചെയ്തു.